അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എള്ളുണ്ട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എള്ളും ശർക്കരയും മാത്രം മതി നമുക്ക് എള്ളുണ്ട തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എള്ള് നന്നായിട്ട് കഴുകിയെടുക്കണം. എള്ളിൽ നല്ലോണം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ലോണം കഴുകിയിട്ട് തന്നെ എടുക്കണം. എള്ള് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം വാലാനായിട്ട് വെക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് കറുത്ത എള്ളാണ്. വെളുത്ത എള്ളാണെങ്കിലും മതി, ഏതെള്ളും നമുക്ക് എടുക്കാവുന്നതാണ്. എള്ള് നമുക്കൊരു പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ചൂടായി എള്ള് ഇങ്ങനെ പൊട്ടിത്തുടങ്ങും, അതാണ് ഇതിൻ്റെ പരുവം. എള്ള് ഇതുപോലെ പൊട്ടിത്തുടങ്ങും, ഇതാണ് ഇതിൻ്റെ പരുവം. ഇതുപോലെ എള്ള് പൊട്ടിത്തുടങ്ങുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. എള്ള് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എള്ള് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധവുമില്ല, അല്ലാതെ തന്നെ നമുക്ക് എള്ളുണ്ട റെഡിയാക്കാവുന്നതാണ്. ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്, ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ഈ മെത്തേഡ് ഓപ്ഷനിലാണ്. മിക്സിയിൽ ക്രഷ് ചെയ്യാതെയും നമുക്ക് എള്ളുണ്ട തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ തയ്യാറാക്കാവുന്നവർക്ക് ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ക്രഷ് ചെയ്യാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ എള്ളിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് കുത്തി പൊട്ടിച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ശർക്കര മറ്റൊരു പാനിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ കല്ലുണ്ടാവും, അപ്പോൾ അരിച്ച് തന്നെ ചേർക്കണം. അരിച്ചു വെച്ച ശർക്കരപ്പാനി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി തിക്കായിട്ട് വരുമ്പോൾ നമുക്കതിൽ നിന്നും ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതായിട്ടില്ല, ശർക്കരപ്പാനി വെള്ളവുമായിട്ട് ലയിച്ചു പോയി. ഇപ്പോൾ പാനി ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ശർക്കരപ്പാനി വെള്ളവുമായി ലയിച്ചു പോയിട്ടില്ല. ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ കഴിയണം, അതാണ് ഇതിൻ്റെ പരുവം. ഇതിപ്പോൾ ഒന്നും കൂടി ആവാനുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ബോളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനിയുടെ മിക്സ് എള്ളിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഓവർ ചൂട് കുറയുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ ഓരോ ബോൾസാക്കി മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ചൂടിൽ തന്നെയാണ് നമ്മൾ ബോൾസാക്കി എടുക്കേണ്ടത്. ചൂടോടുകൂടി തന്നെ മുഴുവനും ബോൾസാക്കി എടുക്കണം. തണുക്കാനായിട്ട് കാത്തിരിക്കരുത്. തണുത്ത് കഴിഞ്ഞാൽ ബോൾസാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ബോൾസാക്കി എടുക്കണം. എള്ളുണ്ട തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതിനെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ചൂടോടുകൂടി തന്നെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എള്ളുണ്ട വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് എള്ളുണ്ട.
വീഡിയോ എടുക്കുന്നത് കൊണ്ടും കൂടുതൽ എക്സ്പ്ലനേഷൻ വരുന്നത് കൊണ്ടുമാണ് വീഡിയോ ലെങ്തി ആയി പോകുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ സൗണ്ട് കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എള്ളുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എള്ളും ശർക്കരയും മാത്രം മതി എള്ളുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്